പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് മാത്യു നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടാക്കി. അതിനകത്ത് നമ്മൾ പഠിച്ചത് ഓദറിനെ കുറിച്ചാണ്. എഴുത്തുകാരൻ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നത്. മത്തായി സുവിശേഷകൻ സംഭവങ്ങളുടെ ഒരു ചുരുക്ക രൂപമാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ, വിശുദ്ധ മത്തായി ഫോക്കസ് ചെയ്യുന്നത് യഹൂദന്മാരെയാണ്. അപ്പോൾ സംഭവങ്ങൾ അവർക്ക് അന്നത്തെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ രീതി മര്യാദകളോ ഒന്നും അധികം വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അവരെല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് മത്തായി സുവിശേഷകൻ സംഭവങ്ങളുടെ ഒരു ചുരുക്ക രൂപമാണ് കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, യോഹന്നാൻ്റെ മരണം 14 അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് സുവിശേഷം 6 അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ നീണ്ട ഒരു ഡിസ്കോഴ്സാണ്, നീണ്ട ഒരു വിശദീകരണമാണ്, ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചന്ദ്രരോഗം ബാധിച്ച കുട്ടിയുടെ കാര്യം, ശിഷ്യന്മാർ യേശു കർത്താവും പത്രോസും യാക്കോബും യോഹന്നാനും കൂടി മറുരൂപമലയിൽ പോകുമ്പോൾ താഴെ ഒരു ചന്ദ്രരോഗിയുടെ ചന്ദ്രരോഗം ബാധിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു മനുഷ്യൻ വരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ അവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മത്തായി അത് വളരെ ഹ്രസ്വമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ കാര്യം തന്നെ വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ വളരെ വിശദമായിട്ട് മത്തായി സുവിശേഷത്തിൽ 17 അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുമ്പോൾ, മർക്കോസ് സുവിശേഷം അതിൻ്റെ 9 അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗം വിശദീകരിച്ച് നമുക്കാണ്. കാരണം മർക്കോസ് സുവിശേഷകൻ എന്ന് പറയുന്നത് യഹൂദ പാരമ്പര്യവുമായിട്ട് അധികം ബന്ധമില്ലാത്ത റോമ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആളുകളോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഒന്ന്, സംഭവങ്ങളുടെ ചുരുക്ക രൂപമാണ് മത്തായി വിശദീകരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മശിഹയ്ക്ക് താല്പര്യം. മശിഹയെക്കുറിച്ച് ഏകദേശം 56 തവണ രാജ്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, കിങ്ഡം. അതുപോലെ തന്നെ 4 തവണ ദൈവരാജ്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മത്തായി സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. മശിഹൈക രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വംശാവലിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നു. അതായത് ദാവീദിൻ്റെ സന്തതി എന്നത് 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, 15-ന്റെ 22, 21-ന്റെ 9, 21-ന്റെ 15. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ മാത്രമാണ് യെരുശലേമിനെ വിശുദ്ധ നഗരമെന്നും, അതായത് 4-ന്റെ 5-ാം വാക്യത്തിലും മഹാരാജാവിൻ്റെ നഗരമെന്ന് 5-ന്റെ 35-ലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മത്തായി സുവിശേഷകൻ മാത്രമാണ് ഈ കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിരവധി യഹൂദ കീഴ്വഴക്കങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള സുവിശേഷങ്ങളിലൊന്നും ഇതൊന്നും വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഈ കീഴ്വഴക്കങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് അവരുടെ രീതികളായിട്ടാണ്, അത് ആ ജനത്തിന് വളരെ അറിയാവുന്ന കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മത്തായി സുവിശേഷത്തെ വളരെ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഏറ്റവും കൂടുതലായിട്ട് വംശാവലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1-2 അധ്യായങ്ങളിൽ പ്രധാനമായിട്ടും മത്തായി സുവിശേഷം ഫോക്കസ് ചെയ്യുന്നത് യേശു കർത്താവിൻ്റെ ജനനവും അവൻ്റെ വംശാവലി, ഏത് ജീനിയോളജിയിലൂടെയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ 3 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണമാണ് ചെയ്തിരുന്നത്. അതിൻ്റെ അതായത് ഫസ്റ്റ് ഭാഗം എന്ന് പറയും 3 മുതൽ 7 വരെ അധ്യായത്തിൽ ആദ്യത്തെ 3-4 അധ്യായങ്ങളിലെ സ്നാപകൻ്റെ ശുശ്രൂഷ, യേശു കർത്താവിൻ്റെ സ്നാനം, പരീക്ഷകളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളെ ഗിരിപ്രഭാഷണം എന്നാണ്, ദ സെർമൺ ഓൺ ദ മൗണ്ട്. ഏറ്റവും പ്രധാന ശിഷ്യന്മാരോട് മാത്രമായിട്ടുള്ള യേശു കർത്താവിൻ്റെ സംഭാഷണമാണ്. ലോകത്തെ ആകർഷിച്ച, ഈവൻ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ പോലും വളരെ ആകർഷിച്ചതായ പഠിപ്പിക്കലായിരുന്നു
ഗിരിപ്രഭാഷണം. അതിൽ പ്രധാനമായിട്ടും ഉള്ളതായ എന്താ ബിയാറ്റിറ്റ്യൂഡ്സ്, അത് വളരെ സ്വർഗീയ ആനന്ദമൊഴികൾ എന്ന് പറയുന്ന ആ ഭാഗം, അതായത് ബ്ലെസ്സഡ് ആർ ദോസ് ഹു പുവർ ഇൻ സ്പിരിറ്റ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് തുടങ്ങി പറയുന്നതായ കാര്യങ്ങൾ, ആ അഷ്ടഭാഗ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിന് പറയുന്നത് അഷ്ടഭാഗ്യങ്ങൾ. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ വളരെ കൃത്യമായിട്ട് ശിഷ്യന്മാരോട് യേശു കർത്താവ് സംസാരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 8 മുതൽ 10 വരെയുള്ള അധ്യായം. അതിൽ ഗലീലയിലെ ശുശ്രൂഷയാണ് അവിടെ പ്രധാനമായും. പ്രത്യേകിച്ച് 9 അത്ഭുതങ്ങളും കുറച്ച് ഹ്രസ്വമായ സംഭാഷണങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ യേശു കർത്താവിൻ്റെ പ്രഭാഷണം 10-ാം അധ്യായത്തിൽ തൻ്റെ ദൗത്യ പ്രഭാഷണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 11 മുതൽ 13 വരെയുള്ള അധ്യായം, 13-ന്റെ 52 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾക്ക് കർത്താവ് വളരെ വിവരണങ്ങളും സംവാദങ്ങളും ഒക്കെ നടത്തുന്നതും ഉപമകൾ പറയുന്നതുമൊക്കെയാണ്. പിന്നീടുള്ള 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിൻ്റെ സഭാപ്രഭാഷണങ്ങൾ, സംവാദങ്ങൾ ഉൾപ്പെട്ട വിവരണമാണ്, പ്രഭാഷണങ്ങളാണ് അതിൽ കാണുന്നത്. അടുത്തൊരു ഭാഗം 19 മുതൽ 25 വരെയുള്ള ഭാഗം യെരുശലേം യാത്രയും ശുശ്രൂഷയും. അതിനകത്ത് സംവാദ വിവരണങ്ങളുണ്ട്, അന്ത്യകാല പ്രഭാഷണമുണ്ട്. അതിൻ്റെ ഫൈനൽ ഭാഗം എന്ന് പറയുന്നത് അവസാനത്തെ അധ്യായം. ആ ഭാഗത്തിൽ, അതായത് 26 മുതൽ ഉള്ള അധ്യായങ്ങൾ, 28 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുന്നത് എന്താണ്? കഷ്ടാനുഭവവും മരണവും ഉയർപ്പ്, അതായത് അന്ത്യകൽപ്പന വരെയുള്ള ഭാഗങ്ങൾ. അന്ത്യാഴം, കഷ്ടാനുഭവം, മരണം, അടക്കം, ഉയർപ്പ്, അന്ത്യനിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ സവിസ്തരമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏകദേശം മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മത്തായി സുവിശേഷത്തിൽ എന്താണ് പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമെന്ന് നമ്മൾ പഠിച്ചു. ഇതിനെക്കുറിച്ച്, ഇതിലെ മെയിനായിട്ടുള്ള തീംസ് നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മത്തായി സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു രേഖാരൂപം നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എഴുത്തുകാരൻ എഴുതിയ എഴുത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എന്നാൽ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്, ഇതിൻ്റെ രൂപം അല്ലെങ്കിൽ എന്താണ് രൂപരേഖ എന്താണ് എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഏകദേശം മത്തായി സുവിശേഷത്തെക്കുറിച്ച് അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്ന് ബോധ്യമായത് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.